ശരിക്ക് പറഞ്ഞാൽ താഴേക്ക് പതിച്ച് അഗ്നിഗോളമാകാൻ വേണ്ടി മാത്രം ഉയർന്നൊരു വിമാനമാണ് എന്ന് വേണമെങ്കിൽ അത് പറയാം. അതായത് ഒരുപാട് ആളുകളെ ശരിക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് എല്ലാ ഇതും റെഡിയാക്കിയിട്ട് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിമാനം ഇങ്ങോട്ട് ഉയർന്ന് ഏതാനും മിനിറ്റ് കഴിഞ്ഞേക്കാൻ എന്ത് ചെയ്തു? തകർന്നു. ശരിക്കും ചിന്തിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും മനുഷ്യന്മാർ മരിക്കാൻ വേണ്ടി മാത്രം അതിൽ കയറി അങ്ങനെ മരിച്ചു. അപ്പോൾ ഈ മനുഷ്യന്മാരെ പറ്റി ചർച്ച ചെയ്യണ്ടേ? അവരുടെ ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യണ്ടേ? ആ മരണത്തിൻ്റെ നിസ്സഹായാവസ്ഥയെ പറ്റി ചർച്ച ചെയ്യണ്ടേ? എന്താ മനുഷ്യന്മാരത് ചർച്ച ചെയ്യാത്തത്? ഈ ഉയരുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാൻ, ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർക്കേ കഴിയുള്ളൂ അറിയാം. ശരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുക മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഉയരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താ ഈ ജീവിതം? ഇത് ഒരാൾ ജനിക്കുന്നു, അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സമയത്ത് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. അതൊന്നുകിൽ സ്വാഭാവിക മരണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മരണമെങ്കിൽ ഇതുപോലുള്ള കത്തിക്കരിഞ്ഞ് മരിച്ചു പോകുന്നു. അപ്പോൾ അയാളുടെ സ്വപ്നങ്ങൾ എങ്ങനെ നിറവേറ്റാൻ പറ്റുക? അതിനെന്താ ഉത്തരം? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണം മാത്രമാണ്. ഇത് അംഗീകരിക്കാൻ ഈ സന്ദർഭത്തിന് ലോകം തയ്യാറാകണ്ടേ? ഇതല്ലേ മനുഷ്യന്മാർ ശരിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. അതായത് ശരിയായ അർത്ഥത്തിൽ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്ത് മരണം വന്നാലും അതിന് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാത്ത ആളുകൾക്ക് അതിന് ഉൾക്കൊള്ളാനേ കഴിയില്ല. ആ സമയത്ത് ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്, ശരിക്കും ജനിക്കണ സമയത്തിന് അയാൾ മരിക്കണ സമയം ഏതാണ്, സന്ദർഭം ഏതാണെന്ന് കൂടി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക മരണമാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ യാത്രക്കൊക്കെ ഒരുങ്ങുന്ന സമയത്ത് യാത്രയിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എന്താണ്? ഈ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യില്ല? ഒരു അമിതമായ ആശങ്ക ഒരിക്കലും ഉണ്ടാവില്ല. കാരണം മരണം അവസാനമല്ല. മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്. ഇവിടെ ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ എന്താ? മരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമാകുന്നു എന്നതാണ്. ഇവിടെയാണ് ശരിക്കും ചർച്ച വരേണ്ട പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്.